ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെയൊക്കെ മലയാള സിനിമ ഇടിയിട്ടില്ലെന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മലയാള സിനിമ ചരിത്രത്തിലെ ഒരു 75% സിനിമകളും എടുത്തൊരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന. അപ്പോൾ ഞാനും വരിക്കാശ്ശേരി മനയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞത് ഏകദേശം 2010 മലയാള മനോരമ സംഘടിപ്പിച്ച ഒരു സംഗീത സംവിധാന ശില്പശാല ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ 4-5 ദിവസം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ 2010 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. പിന്നെ ഏകദേശം 1 വർഷം കൂടുമ്പോഴൊക്കെ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എത്തിയതാണ്. അപ്പോൾ ഇതിനുള്ള കാഴ്ചകളാണ് ഉള്ളത്. 2010 ശേഷം പിന്നെ ഏകദേശം 1 വർഷം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്തൊന്നും ഇവിടെ എൻട്രി ഫീ ഇല്ല. അന്ന് മനോരമേൻ്റെ പ്രോഗ്രാമിനായിരുന്നു ആദ്യമായിട്ട് വന്നത്. മലയാള മനോരമേൻ്റെ പ്രോഗ്രാമാണ്. ഇപ്പോൾ ഇവിടെ എൻട്രി ഫീ ഉണ്ട്. ഏകദേശം ഇഷ്ടംപോലെ എടുത്തു പറയാൻ എല്ലാ സിനിമയും എടുത്തു പറയാൻ പറ്റിയ സിനിമകളാണ്. പക്ഷേ ആളുകൾക്ക് വേഗം പറഞ്ഞാൽ മനസ്സിലാവുക നരസിംഹം, ആറാം തമ്പുരാൻ, പട്ടാഭിഷേകം, തൂവൽ കൊട്ടാരം, അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഇഷ്ടംപോലെ സിനിമകൾ എടുത്ത സ്ഥലമാണ് വരിക്കാശ്ശേരി മന. തൂവൽ കൊട്ടാരത്തിൽ PV സ്വാമി, മഞ്ജുവാരരൊക്കെ താമസിച്ച സ്ഥലമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെയൊക്കെ ലാലേട്ടൻ തകർത്താടിയ സിനിമ ഉണ്ടല്ലോ, മംഗലശ്ശേരി നീരാടൻ. അതിലെ അരങ്ങം ഇവിടെ ഒരു ചേറിട്ടാണ് അത് ചിത്രീകരിച്ചത്. കറക്റ്റ് പ്ലേസ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ചിത്രീകരിച്ച സിനിമയിൽ ഒരു ചെറിയൊരു സംഭാഷണം നടക്കുന്നുണ്ട്. ഇതൊക്കെ സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഇവിടെ ഇരുന്നാണ് അഭിനയിച്ചത്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ആ ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. ഞങ്ങളെ സംഗീത ശില്പശാല ഫസ്റ്റ് ഷെഡ്യൂൾ ഇവിടെ ചേർന്ന് പല സോങ്സിൻ്റെ ചിത്രീകരണം ഇവിടെ ചേർന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഓക്കെ, വരിക്കാശ്ശേരി മനയുടെ വരാന്തയാണ്. ഈ വരാന്തയിൽ നിന്നപ്പോഴാണ് എനിക്ക് ചെറിയ സിനിമ നമ്മുടെ ജയറാമേട്ടൻ അഭിനയിച്ച കഥാനായകനിലൊരു പാട്ടിൻ്റെ സീൻ ഇതുകൂടെ ചെയ്തിട്ടുണ്ട് ഈ വരാന്തയിൽ വെച്ച്. ഈ വരാന്തയിൽ കൂടെ അങ്ങനെ ഓടി പാടി അഭിനയിക്കുന്ന രംഗം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണിക്കാം. അങ്ങനെ വരിക്കാശ്ശേരി മനയുള്ള കാഴ്ചകൾ കണ്ട് ഇവിടുന്ന് യാത്ര പറയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.